നമസ്കാരം, ബിഗ് ബുക്കിലേക്ക് സ്വാഗതം. ബിഗ് ബുക്ക് ഇന്ന് ചർച്ച ചെയ്യുന്നത് മൊബൈൽ ഫോണുകളെ പറ്റിയാണ്. ഒരുപക്ഷെ സാങ്കേതിക വിദ്യയുടെ യഥാർത്ഥ വിപ്ലവം മൊബൈൽ ഫോണുകളാണെന്ന് പറയാം. പല സാങ്കേതിക വിദ്യകളും ലോകത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര വ്യാപകമായി ലോക ജനതയെ സ്വാധീനിക്കുകയും അവരെ കൈപ്പിടിയിലാക്കുകയും ചെയ്ത മറ്റൊരു കണ്ടുപിടുത്തം ഉണ്ടാകില്ലെന്ന് ഉറപ്പ്. ഫോണിൻ്റെ പ്രാഥമികമായ ഉപയോഗം ദൂരെയുള്ള വ്യക്തിയുമായി സംസാരിക്കുക എന്നതായിരുന്നു. മൊബൈൽ ഫോൺ സഞ്ചരിച്ചുകൊണ്ട് ദൂരത്തുള്ളവരോട് സംസാരിക്കാൻ സൗകര്യം നൽകി. ഇപ്പോൾ സ്മാർട്ട് ഫോണുകൾ തുറന്നിടുന്ന ലോകം ഒരേ സമയം ഞെട്ടിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമാണ്. ലോക ജനസംഖ്യയിൽ 350 കോടി ജനങ്ങളാണ് സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നത്. ഇത് മൊത്തം ജനസംഖ്യയുടെ 45.12%. ആകെ 480 കോടിയോളം പേർ പലവിധ മൊബൈൽ ഫോണുകളുടെ ഉപയോക്താക്കളാണ്. 517 കോടി ആളുകളുടെ കയ്യിൽ ഇന്ന് മൊബൈൽ ഫോണുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. 2017 53% പേർക്കുണ്ടായിരുന്ന മൊബൈൽ ഫോണുകൾ 2020 66.77% ഉയർന്നു. ഇത് 2023 വലിയ വർധനവിലെത്തും. അന്ന് ലോകത്തിലെ 733 കോടി ജനങ്ങൾ മൊബൈൽ ഉപഭോക്താക്കളായി മാറിയിരിക്കും. ഏത് സാങ്കേതിക വിദ്യയും എന്ന പോലെ ഉപയോഗത്തിൽ നിന്നും ദുരുപയോഗത്തിലേക്ക് മാറുമ്പോഴുണ്ടാകുന്ന വിപത്തുകൾ മൊബൈലിൻ്റെ കാര്യത്തിൽ വലിയ തോതിലാണ്. നമ്മളുടെ ഏറ്റവും അവിഭാജ്യ ഘടകങ്ങളിലൊന്ന്, അതായത് നമ്മുടെ കുടിവെള്ളം പോലെയോ അല്ലെങ്കിൽ വൈദ്യുതി പോലെയോ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമായിട്ടാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ നമ്മൾ അംഗീകരിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും തന്നെ മൊബൈൽ ഫോൺ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് രീതിയിൽ ഉപയോഗിക്കുന്നവരാണ്. ഇപ്പം പണ്ടാണെങ്കിൽ നമ്മൾ 2 പേർ തമ്മിലുള്ള ആശയവിനിമയം നടത്താനാണ് പ്രധാനമായും മൊബൈൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ കൂടുതലായിട്ട് ഇപ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ എല്ലാ അനന്ത സാധ്യതകൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ഇപ്പം നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കറണ്ട് ബില്ല് അടയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മണി ട്രാൻസ്ഫർ, നെറ്റ് ബാങ്കിങ്, അങ്ങനെ ഒരുപാട് അനന്ത സാധ്യതകളാണ് മൊബൈൽ നമുക്ക് മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലോക പുരോഗതിയെ ത്വരിതപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ മൊബൈൽ തന്നെയാണ്. അപ്പോൾ ഒരിക്കലും മൊബൈൽ ഉപയോഗം ഒരു തെറ്റാണെന്നോ അല്ലെങ്കിൽ ഒരു മോശമായ കാര്യമാണെന്നോ നമുക്ക് പറയാൻ ഒരിക്കലും സാധിക്കില്ല. എന്നാൽ മറുഭാഗത്ത് നമുക്കറിയാം, ഇപ്പോൾ ബാല്യമോ അല്ലെങ്കിൽ കൗമാരം, യൗവനം, ഇവയെല്ലാം സൈബർ ലോകത്ത് അകപ്പെട്ടു പോകുന്ന നമ്മളുടെ കുട്ടികൾ, സൈബർ ലോകത്തിൽ അടിമകളായി പോകുന്ന ഒരു കുട്ടികളുടെ ഒരു ലോകം തന്നെയാണ് നമുക്ക് ചുറ്റും ഉള്ളത്. മൊബൈൽ ഫോണുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പലതരം പഠനങ്ങൾ ലോകത്ത് നടന്നു വരികയാണ്. ഇത്തരം സ്മാർട്ട് ഫോണുകൾക്ക് അടിമകളായ ഏറെ പേരുള്ള രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അതിൽ തന്നെ പ്രധാന സംസ്ഥാനം കേരളമാണ്. സാക്ഷരതയിലും വിദ്യാഭ്യാസ നിലവാരത്തിലും മികച്ചവരായ മലയാളികൾ തന്നെയാണ് മൊബൈൽ ഉപയോഗത്തിൻ്റെ കാര്യത്തിലും ഒന്നാം സ്ഥാനത്തുള്ളത്. കാർട്ടൂണുകളും വീഡിയോ ഗെയിമുകളും വാട്സപ്പും ഫേസ്ബുക്കും ട്വിറ്ററുമെല്ലാം നാം മൊബൈലിലൂടെ എല്ലായ്പ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. യാത്രയിലും ജോലിസ്ഥലത്തെ ഇടവേളകളിലുമെല്ലാം സ്മാർട്ട് ഫോണുകൾ നമ്മുടെ കൈയകലത്തിലുണ്ട്. ഇവയുണ്ടാക്കുന്ന സൗകര്യങ്ങളെക്കാൾ ബുദ്ധിമുട്ടുകൾ സമൂഹത്തിൽ ഏറി വരുമ്പോഴാണ് വിഷയം കൂടുതൽ ചർച്ചയാകുന്നത്. ഒരു പരിധിവരെ ഒരു വെർച്വൽ സംസ്കാരത്തിലേക്ക് നമ്മൾ മാറുകയാണ്. ഒന്നിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെ ആവശ്യമില്ല. പകരം അത് മാധ്യമങ്ങളിലൂടെ കാണുന്നത് കണ്ട് തൃപ്തിപ്പെടാനായിട്ട് പലപ്പോഴും ഉപയോഗപ്പെടുന്നു. മറ്റൊരു മേഖല പറഞ്ഞാൽ, ഒരു പക്ഷേ മൊബൈൽ ഫോൺ സംസാരിക്കാൻ വേണ്ടിയാണ് അത് പ്രത്യക്ഷപ്പെട്ടതെങ്കിലും ഇന്ന് പലപ്പോഴും എല്ലാ തിന്മകളുടെയും പുറകിലുള്ള വലിയൊരു കാരണമായി മൊബൈൽ ഫോൺ ഈ കാലഘട്ടത്തിൽ മാറിയിട്ടുണ്ട്. ഏത്
കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ അരങ്ങേറുമ്പോഴും അതിന് സഹായകരമായിട്ട് മാറുന്നത് മൊബൈലാണ് എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും. കുടുംബങ്ങളിലാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം പലപ്പോഴും തോന്നിയിട്ടുള്ളത് പരസ്പരം സംസാരിക്കേണ്ട കുടുംബ ബന്ധങ്ങൾക്ക് പകരം ഓരോരുത്തരും അവനവൻ്റെ ലോകത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്ന പ്രവണത കുടുംബ ബന്ധങ്ങളിൽ അത് മാറിയിരിക്കുന്നു. ഇന്നത്തെ തിരക്ക് പിടിച്ച ലോകത്തിൽ പലപ്പോഴും അപൂർവം സമയങ്ങളിലാണ് കുടുംബാംഗങ്ങളെല്ലാവരും ഒരു വീടിനകത്ത് ഒരുമിച്ച് ചേരുന്നത്. സന്ധ്യയാകുമ്പോൾ വീട്ടിലെത്തിയാൽ പരസ്പരം സംസാരിക്കേണ്ടതിന് പകരം, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതിന് പകരം, നാട്ടുവിശേഷവും വീട്ടുവിശേഷവും ഒരുമിച്ച് പങ്കിടേണ്ടതിന് പകരം ഓരോരുത്തരും അവനവൻ്റെ ലോകത്തിൽ അവനവൻ്റേതായുള്ള തലങ്ങളിൽ മാത്രം വ്യാപരിക്കുന്ന രീതിയിലേക്ക് ബന്ധങ്ങൾ മാറുകയാണ്. വ്യക്തിബന്ധങ്ങൾ, കുടുംബം, തൊഴിൽ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും മൊബൈൽ ഒരു വില്ലനാകുന്ന സന്ദർഭങ്ങളുണ്ട്. പ്രായഭേദമന്യേ ഭൂരിപക്ഷവും ഈ ഉപകരണത്തെ കൂടെ കൂട്ടുകയും അനവസരങ്ങളിൽ പോലും ഔചിത്യമില്ലാതെ ഉപയോഗിക്കുകയും ചെയ്യുന്നു. വിവിധതരം സന്ദേശങ്ങളും ചിത്രങ്ങളുമെല്ലാം നിരന്തരം പടരുകയും ശേഖരിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നു. സാധ്യതകൾ ഏറെയാകുമ്പോഴും ദുരുപയോഗത്തിനുള്ള സാധ്യതയും വർദ്ധിക്കുന്നുവെന്നാണ് സമകാല സംഭവങ്ങൾ വെളിവാക്കുന്നത്. സൈബർ ലോകത്ത് മതിമറക്കുന്ന വ്യക്തി പലപ്പോഴും ചുറ്റുപാടുകളിൽ നിന്ന് മുക്തനാകുകയും ഒരു അയഥാർത്ഥ ലോകത്ത് അഭിരമിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ വേണ്ടവണ്ണം ഈ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തുന്നവരുമുണ്ട്. ഇന്ന് ശരിക്ക് പഠിക്കുന്നതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം തന്നെ മൊബൈൽ ബേസ്ഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ടെക്സ്റ്റ് ബുക്കുകൾ ഒരു കാലത്ത് ഇവിടുന്ന് ബാംഗ്ലൂർ പോയിട്ട് ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങി പഠിച്ചിരുന്നവരെ കുറിച്ച് ഞാൻ പലരുടെ ആത്മകഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഏത് ടെക്സ്റ്റ് ബുക്ക് വേണമെങ്കിലും അതിൻ്റെ PDF-കൾ മൊബൈലിൽ അവൈലബിൾ ആണ്. റിയൽ അനാലിസിസിൻ്റെ 10,000 രൂപ വിലയുള്ള പുസ്തകങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റും. പിന്നെ ഏറ്റവും കൂടുതൽ സൗകര്യം വരുന്നത് നെറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. വെബ്സൈറ്റുകളിൽ വായിക്കുന്നതിൻ്റെ സാധ്യത വളരെ വലുതാണ്. പുസ്തകങ്ങളിൽ ഒരു തെറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടാനുള്ള സാധ്യത പിന്നെ അടുത്ത എഡിഷൻ ഇറങ്ങുമ്പോഴേ ഉള്ളൂ. പക്ഷെ ഇതാവുമ്പോൾ ദിവസവും തിരുത്തപ്പെടുന്ന ലേഖനങ്ങളും അതുപോലെ അതിൻ്റെ ലിങ്കുകൾ, ഒരു വെബ്സൈറ്റ് ഒരു ലേഖനം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്ക് താഴെ തന്നെ ഉണ്ടാവും. അതിൽ തൊട്ട് അടുത്ത ഇതിലേക്ക് പോകും. അങ്ങനെ മാറി മാറി ഒരുപാട് ഡീറ്റെയിൽസ് ഒരു ഡാറ്റയുടെ ഒരു കടലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന പോലെയാണ് ഇപ്പോൾ പഠിക്കാൻ ഇറങ്ങുന്നത്. പിന്നെ IIT-യിലെ പ്രൊഫസേഴ്സ് എടുക്കുന്ന ക്ലാസ്സുകൾ NPTEL പോലുള്ള വെബ്സൈറ്റ്സിൽ നമുക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഇന്ന് ശരിക്കും പഠിക്കുന്നതിൻ്റെ മൊത്തം പ്ലാറ്റ്ഫോം മാറി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ റിയൽ ക്ലാസ് റൂംസിലുള്ള പ്രവർത്തനങ്ങളാണെങ്കിലും ഇപ്പോൾ കുറേയൊക്കെ ഗൂഗിൾ ക്ലാസ് റൂംസ് വെച്ചിട്ടൊക്കെയാണ് വെക്കേഷനിലൊക്കെ അത് മുന്നോട്ട് പോകുന്നത്. മൊബൈലിനോട് അഡിക്ഷൻ സ്റ്റുഡൻസിനും അല്ലാതെ വരുന്നുണ്ട്. പരീക്ഷാ സമയത്ത് പോലും ഇതിൽ മറ്റ് വീഡിയോ അങ്ങനെയുള്ള ഓപ്ഷൻസ് എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം അത് നോക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അതൊന്ന് കൺട്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൊബൈൽ എന്നുള്ളതൊരു ബെസ്റ്റ് ഡിവൈസാണ്. അത് നമ്മളൊരു ദിവസം ക്ലാസ്സിൽ പോയില്ല, നമുക്ക് അന്നെടുത്ത നോട്ടുകൾ അങ്ങനെ തന്നെ കിട്ടും. അതിൻ്റെ ഓഡിയോ റെക്കോർഡ്സ് അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ്സ് സ്റ്റുഡൻസിന് അപ്പോൾ തന്നെ അയച്ചു തരാൻ പറ്റും. വിവരങ്ങളുടെ സമുദ്രം തന്നെയാണ് സൈബർ ലോകം. അത് നൽകുന്ന സാധ്യതകളെ മികച്ച രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് നാം നേരിടുന്ന വെല്ലുവിളി. ആരുടെയും നിയന്ത്രണമില്ലാത്ത ഒരു ലോകത്ത് എത്തിപ്പെട്ട അവസ്ഥയാണ് പലരിലും ഇത് സൃഷ്ടിക്കുന്നത്. ബാല്യകൗമാരങ്ങൾ ഇതിലകപ്പെടുകയും യഥാർത്ഥ ലോകത്തെ പുറത്തിട്ട് ഉൾവലിയുകയുമാണിപ്പോൾ. കടുത്ത മാനസിക സമ്മർദ്ദവും വിഷാദവുമെല്ലാം ഇതിൻ്റെ കൂടപ്പിറപ്പുകളാകുന്നു. ശാരീരിക രോഗങ്ങൾ വേറെയും ലഭിക്കുന്നു. നാം നിസ്സാരമെന്നും ലളിതമെന്നുമെല്ലാം കരുതുന്ന ഗെയിമുകൾ പോലും നമ്മുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് ദോഷകരമായാണ്. ലളിതമായ കാർട്ടൂണുകളും ഇതേ പ്രതികരണമാണ് വ്യക്തിയിൽ സൃഷ്ടിക്കുന്നത്. ആദ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ബയോളജിക്കലായിട്ടുള്ള നമ്മളുടെ തലച്ചോറിൽ നടക്കുന്ന വ്യത്യാസങ്ങളാണ്. ഇപ്പോൾ ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിലായിട്ട് നടന്നൊരു പ്രശസ്തമായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ഉണ്ട്. അത് എലികളെ വെച്ചാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു കൂട്ടിനുള്ളിൽ പല എലികളെ വെച്ച് 2 ഫ്ലാസ്കിൽ വെള്ളം വെച്ചിരിക്കുകയാണ്. ഒരു ഫ്ലാസ്കിലുള്ളത് വെറും സലൈൻ സൊല്യൂഷൻ, ഉപ്പുവെള്ളവും, മറ്റതിൽ
കൊക്കെയിൻ അല്ലെങ്കിൽ ഹെറോയിൻ പോലെയുള്ള ഒരു ഡ്രഗ് വെച്ചിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ ഇതിൽ എലികളിൽ കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻവേരിയബിളി ഒരുവിധം എല്ലാ എലികളും ഈ കൊക്കെയിൻ സൊല്യൂഷൻ പ്രിഫർ ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെ പ്രിഫർ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം വേണ്ട, ഭക്ഷണം വേണ്ട, മറ്റ് ഓടി നടക്കലോ ഒന്നുമില്ല. ഈ കൊക്കെയിൻ സൊല്യൂഷനെ അവർ അഡിക്റ്റായി അവസാനം മാൽനറിഷ്ഡായി കൂട്ടിൽ വെച്ച് തന്നെ മരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആണ് അതിൽ കണ്ടത്. അപ്പോൾ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റാണ്. എങ്ങനെയാണ് നമുക്കൊരു ഡ്രഗ് ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അധികം പ്രശസ്തമല്ലാത്ത എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിനെ തുടർന്ന് വന്നിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ടുള്ളത് ഒരു ബ്രൂസ് അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ട് വാൻകൂവർ യൂണിവേഴ്സിറ്റിയിലുള്ളൊരു സൈക്കോളജിസ്റ്റാണ്. അയാൾ ഈ എലിക്കൂട്ടിലൊരു ചെറിയ വ്യത്യാസം വരുത്തി. വ്യത്യാസം ഈ വെറും കൂടുന്നുള്ളതിനെ മാറ്റിയിട്ട് അയാളൊരു റാറ്റ് പാർക്കാക്കി. അതായത് ഈ കൂട്ടിനുള്ളിലെ എലികൾക്ക് മറ്റ് ഓപ്ഷൻസ് ഉണ്ട് ചെയ്യാനായിട്ട്. അവർക്ക് അവിടെ ഓടി നടക്കാം, എലികളുടേതായിട്ടുള്ളൊരു സോഷ്യലൈസേഷനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അങ്ങനെ അതിൽ ചില മെയ്സസ് ഉണ്ട്, അങ്ങനെ മറ്റ് പല രീതിയിൽ അവരെ എൻഗേജ്ഡ് ആക്കി വെക്കാനുള്ള സംഗതികളുണ്ട്. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഇതിനുള്ളിൽ വന്നതോടെ ഈ കൊക്കെയിൻ സൊല്യൂഷൻ പ്രിഫർ ചെയ്യുന്ന എലികളുടെ എണ്ണം കുറഞ്ഞു വന്നു എന്നുള്ളതാണ് കണ്ടിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ എലികളെ പോലെയല്ല മനുഷ്യർ, എന്നാലും അഡിക്ഷനെ അല്ലെങ്കിൽ തലച്ചോറിൻ്റെ രാസപ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിനൈ ചെയ്യാൻ പറ്റാത്ത സാമ്യതകൾ ഉണ്ട് താനും. അപ്പോൾ ഇതേ കാര്യം ഈ ഇൻ്റർനെറ്റ് മൊബൈൽ ഫോൺ അഡിക്ഷൻസിലും ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. കാരണം എപ്പോഴും നമ്മളൊരു അഡിക്ഷൻ സംഭവിക്കുമ്പോൾ, എന്ത് അഡിക്ഷൻ ആയിക്കോട്ടെ, ഇൻ്റർനെറ്റ്, ആൽക്കഹോൾ അഡിക്ഷൻ, കന്നാബീസിനോടുള്ള അഡിക്ഷൻ, കൊക്കെയിൻ, നമ്മൾ എന്തിനോട് അഡിക്ഷൻ ഉണ്ട് ആ മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ് ചിന്തിക്കുക. പക്ഷേ ഈ അഡിക്ഷൻ ഉണ്ടാകുന്നതിന് പിന്നിൽ പലപ്പോഴും ഒരു ശൂന്യതയെ നികത്താൻ, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫിലുള്ള ഒരു വോയിഡിനെ നികത്താൻ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആങ്സൈറ്റി ആയിട്ട് കോപ്പ് ചെയ്യാനായിട്ട് ആളുകൾ സ്വീകരിച്ചു വരുന്ന വഴികളാണ്. മൊബൈൽ ഫോണുകളുടെ ഉപയോഗത്തിൽ കേരളം മറ്റാരെയും കടത്തിവെട്ടും. 3 കോടി ആളുകളാണ് കേരളത്തിൽ മൊബൈൽ ഉപയോക്താക്കൾ. കേരളത്തിൻ്റെ ആകെ ജനസംഖ്യ 3,30,00,000-നടുത്താണെന്നത് ഓർക്കുക. ഇവിടെ 100-ൽ 96 പേർക്ക് മൊബൈലുണ്ടെന്ന് സാരം. 100 പേരിൽ 35 പേർക്ക് ഇൻ്റർനെറ്റ് കണക്ഷനുണ്ട്. 1,21,00,000-ഓളം ഇൻ്റർനെറ്റ് ഉപയോക്താക്കളുള്ള സംസ്ഥാനമാണ് കേരളം. സ്മാർട്ട് ഫോണുകൾ വീഡിയോ ഗെയിമുകൾക്കും കാർട്ടൂണുകൾക്കും സമൂഹ മാധ്യമങ്ങൾക്കുമെല്ലാമായി ഉപയോഗിക്കപ്പെടുന്നു. വിവരങ്ങൾ ചിത്രങ്ങളായും മറ്റ് സന്ദേശങ്ങളായും കൈമാറ്റം ചെയ്യപ്പെടുന്നു. പല വിധത്തിലുള്ള ഉപയോഗവും അമിതോപയോഗവും വിദ്യാർത്ഥികളിലും മുതിർന്നവരിലും മൊബൈലിനോട് വലിയ അടിമത്തമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഈ അടുത്ത് ഒരു പഠനം നടത്തിയപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 വയസ്സിനും 18 വയസ്സിനും ഇടയ്ക്ക് ഈ സൈബർ അഡിക്ഷൻ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അഡിക്ഷനുള്ള കുട്ടികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. അതായത് 70% കുട്ടികളാണ് നമ്മളുടെ മൊബൈൽ ഫോൺ അഡിക്ഷനാണ് എന്ന് പറഞ്ഞ് നമ്മളുടെ പഠനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 13 വയസ്സിനും 18 വയസ്സിനും ഈ മൊബൈൽ ഫോൺ അഡിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ മൊബൈൽ ഫോൺ സാധാരണ ഉപയോഗവും അല്ലെങ്കിൽ ഒരു അഡിക്ഷനും തമ്മിൽ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ മൊബൈൽ ഫോൺ അഡിക്ഷൻ, ഒരു കുട്ടി അഡിക്റ്റഡ് ആണോ എന്നറിയാനായിട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് തിരിച്ചറിയാൻ സഹായിക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ലോസ് സെൻസ് ഓഫ് ടൈം, അതായത് സമയത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ. നമ്മൾ ചുറ്റും കാണുന്നുണ്ടോ, ഇപ്പോൾ PUBG കളിച്ചിട്ടോ അല്ലെങ്കിൽ ഗെയിം കളിച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ടോ സമയം നമുക്കിപ്പോൾ ഒരു അരമണിക്കൂറിൽ തുടങ്ങി അവസാനിപ്പിക്കാമെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ ചിലപ്പോൾ മണിക്കൂറുകളോളം നീണ്ടുപോയി നമ്മളുടെ വിശപ്പും അല്ലെങ്കിൽ ഭക്ഷണം അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയം ഇതിനെക്കുറിച്ചിട്ട് നമ്മളുടെ എല്ലാ ബോധവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. ഇപ്പം നമ്മളുടെ ബയോളജിക്കൽ റിതം, നമ്മളുടെ ഒരു ജൈവ ഘടികാരമുണ്ട്. നമ്മൾ എപ്പോൾ ഉറങ്ങണം, എപ്പോൾ ഭക്ഷണം കഴിക്കണം എന്നുള്ള ജൈവ ഘടികാരം തന്നെ താളം തെറ്റി നമ്മൾ ചിലപ്പം ഇതിൻ്റെ ഒരുപാട് എക്സ്ട്രീം സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഓറിയൻറ്റേഷൻ നഷ്ടപ്പെട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന കുട്ടികളെ വരെ നമുക്ക് ക്ലിനിക്കിൽ എത്താറുണ്ട് ഈ സൈബർ അഡിക്ഷൻ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് അഡിക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് സമയത്തിനെ കുറിച്ച് ബോധം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. ഇപ്പം നമ്മൾ കാണുന്നുണ്ടാവും, ഇപ്പോൾ ഡ്രഗ്സും ആൽക്കഹോളും ഒക്കെ കഴിക്കുന്ന ആളുകളിൽ അത് 1 ദിവസമോ 2 ദിവസമോ പെട്ടെന്ന് നിർത്തി കഴിഞ്ഞാൽ അവർ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വിറയലോ ക്ഷീണമോ ദേഷ്യമോ ഒക്കെ കാണിക്കാം. വിഡ്രോവൽ സിംറ്റംസ് എന്ന് പറയും. അപ്പോൾ ഇതിന് സമാനമായിട്ട്
മൊബൈൽ ഇല്ലാതിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥ, അത് ഒരു പക്ഷേ നമ്മൾ നെറ്റ് കണക്ഷൻ പോയതായിരിക്കാം, അല്ലെങ്കിൽ മൊബൈലിൻ്റെ ചാർജ് തീർന്നതായിരിക്കാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ മൊബൈൽ മറന്നു വെച്ച് പോയതായിരിക്കാം. അപ്പോൾ കുറച്ച് നേരത്തേക്ക് മൊബൈൽ നമ്മളുടെ അടുത്തില്ലെങ്കിൽ നമ്മൾ വളരെ അസ്വസ്ഥരായി, അത് നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ഫങ്ഷനിങ്ങിനെയും ബാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. നമ്മൾ നോമോഫോബിയ എന്ന് പറയും ഈ ഒരു അവസ്ഥയെ. അതായത് കുട്ടികൾക്ക് ഇപ്പോൾ മൊബൈൽ ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ സ്ട്രെസ്, ഫ്രസ്ട്രേഷൻ ഇങ്ങനെയുള്ള വൈകാരികമായ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരവസ്ഥ. പുതിയ കണ്ടുപിടുത്തങ്ങൾ പുതിയ രോഗങ്ങൾക്കും ചികിത്സകൾക്കുമെല്ലാം കാരണമാകുന്നു. ലഹരി പദാർത്ഥങ്ങളോടെന്ന പോലെ മൊബൈലിനോടും ലഹരിയും അഡിക്ഷനും ഉണ്ടാകുമ്പോൾ ചികിത്സാ സംവിധാനങ്ങളും അതിനനുഗുണമായി വളരുന്നു. സ്വയം കാണാനും കാണിക്കാനും ആവിഷ്കരിക്കാനുമുള്ള ത്വര മനുഷ്യന് പണ്ടേ ഉള്ളതാണെങ്കിലും സ്മാർട്ട് മൊബൈലിൻ്റെ സാങ്കേതിക മികവ് അതിനെ സുഗമവും ശക്തവുമാക്കി. സമൂഹത്തിലാകെ ഇതേ വികാരവും മനോഭാവവും നിലനിൽക്കുമ്പോൾ രോഗാവസ്ഥ തിരിച്ചറിയപ്പെടാതിരിക്കുകയും കൂടുതൽ പേർ ഇതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ദുരുപയോഗമായി മാറിയിരിക്കുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപക്ഷെ സംസാരിക്കാൻ ഉപയോഗപ്പെട്ടിരുന്ന മൊബൈൽ ഫോൺ ഇന്ന് സംസാരത്തിന് അപ്പുറത്തുള്ള മേഖലകളിലേക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു ഉപകരണമായിട്ട് മാറിയിരിക്കുന്നു. അത് സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആളുകളെ സ്വാധീനിച്ചു എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയ കാര്യം. മുതിർന്ന തലമുറയിലുള്ളവർ പലപ്പോഴും പറഞ്ഞു, ഞങ്ങൾക്കിതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വളർച്ചയെക്കുറിച്ച് അധികം അറിഞ്ഞുകൂടാ. കുട്ടികളാണ് പലപ്പോഴും മുതിർന്നവരെ പോലും ഇതിൻ്റെ ഉപയോഗങ്ങൾ പലപ്പോഴും പഠിപ്പിക്കുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ദൈവം നൽകിയ കണ്ണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം കണ്ട് ആസ്വദിച്ച് അത് ജീവിതത്തിലേക്ക് പകർത്തേണ്ടതിന് പകരം ഇന്ന് പലപ്പോഴും പല കാര്യങ്ങളും മനുഷ്യൻ കാണുന്നത് മൊബൈലിലൂടെയാണ്. നേരിട്ട് കണ്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതിന് പകരം പലപ്പോഴും ഇങ്ങനെയുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടെയാണ് പലപ്പോഴും നാം അത് കാണാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു സംഗതിയെ ഒഴിവാക്കുക എന്ന് പറഞ്ഞ് അതിനോട് ബലം പിടിച്ച് അതിനെ റെസിസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വർക്ക് ചെയ്യുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് സ്പേസ് അലൗ ചെയ്യുക എന്നുള്ളതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇൻ്റർനെറ്റ് പ്രദാനം ചെയ്യുന്നത്? ഇപ്പോൾ പല അഡിക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫോൺ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഫോണിലുള്ള പല കാര്യങ്ങളോടാണ് നമുക്ക് അഡിക്ഷൻസ്. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഇപ്പോൾ ഗെയിമിംഗ് അഡിക്ഷൻ. ഇപ്പോൾ ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡയഗ്നോസിസ് തന്നെ ഇപ്പോൾ നിലവിലുണ്ട്. അതുകൂടാതെ സോഷ്യൽ മീഡിയയിലുള്ള അഡിക്ഷൻസ്. നമുക്ക് ഉദാഹരണത്തിന് ഇൻ്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ എടുക്കാം. ഇപ്പോൾ നാട്ടിലുള്ള കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് നമ്മളുടെ സൈക്കോളജി ക്ലിനിക്സിൽ കൊണ്ടുവരുന്ന കേസസിൽ കാണുന്നതാണ് ഇത്തരം ഡിസോർഡേഴ്സ്. എന്താണ് ഈ ഗെയിംസിലെ കണ്ടൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികം ഫൈറ്റിംഗ് ഗെയിംസ് ആയിരിക്കാം. അല്ലെങ്കിൽ ഒരു രാജ്യം ഉണ്ടാക്കുന്നത് പോലെയുള്ള തീം. നമ്മൾ സാധനങ്ങൾ സ്വരുക്കൂട്ടുന്നു, കൃഷി ചെയ്യുന്നു, മറ്റേതൊരു രാജ്യങ്ങളോട് മത്സരിക്കുന്നു. ഇത്തരം തീംസ് ഇതിൽ വരുന്നതായിട്ട് കാണാം. അപ്പോൾ ആന്ത്രപ്പോളജിസ്റ്റും സൈക്കോളജിസ്റ്റും ഒക്കെ പൊതുവെ അഭിപ്രായപ്പെടുന്നൊരു കാര്യം, ഇത്തരം കാര്യങ്ങളോടുള്ള ഒരു വാഞ്ച നമ്മളുടെ മനുഷ്യ മനസ്സിൽ വളരെയധികം ഉണ്ട്. അതായത് മത്സരിക്കുക, അതുപോലെ തന്നെ പ്രോപ്പർട്ടി കൈവശമാക്കുക, ഇതിൻ്റെയൊക്കെ ഒരു വിർച്വൽ വേൾഡിലുള്ള സിമുലേഷനാണ് ഈ പറയുന്ന ഗെയിംസ് എന്ന് പറയുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മളതൊന്നും ചെയ്യുന്നതുമില്ല, എന്നാൽ അത് ചെയ്യുന്നത് പോലെയുള്ളൊരു പ്രതീതി ഇതിലൂടെ ഉളവാക്കുകയും നമ്മളുടെ ഈ പ്രാകൃതമായിട്ടുള്ള പ്രിമിറ്റീവായിട്ടുള്ള വാഞ്ചകളെ ഇത് വളരെയധികം സ്വാധീനിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു വശം അതിനുണ്ട്. അപ്പോൾ എളുപ്പം കാര്യങ്ങൾ ചെയ്യുന്നതിൽ കിട്ടുന്ന ഒരു സുഖം, അത്തരം ഒരു രീതിയിൽ നമ്മളുടെ ബ്രെയിനിനെ ചീറ്റ് ചെയ്യുന്ന തരം ഒരു പ്രക്രിയ അതിൽ നടക്കുന്നുണ്ട്. അമേരിക്കയിലെ പ്രമുഖ സൈക്കോ തെറാപ്പിസ്റ്റായ ഡോക്ടർ നിക്കോളാസ് കർദരസ് അവിടുത്തെ കുട്ടികളുടെ മൊബൈൽ, ലാപ്ടോപ്പ്, ടാബ് ഉപയോഗത്തെപ്പറ്റി വിശദമായ ഒരു പഠനം നടത്തിയിരുന്നു. 2016 ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പുസ്തകവും ഡോക്ടർ നിക്കോളാസ് പുറത്തിറക്കി. കുട്ടികളുടെ സ്ക്രീൻ ഉപയോഗത്തെപ്പറ്റിയുള്ള ശാസ്ത്രീയമായ പഠനം അമേരിക്കയിൽ വലിയ അവബോധമാണ് ഉണ്ടാക്കിയത്.
സിഗരറ്റ്, മദ്യം തുടങ്ങിയവയുടെ കവറുകളിൽ എഴുതിവെക്കുന്നത് പോലെയുള്ള മുന്നറിയിപ്പ് മൊബൈൽ പോലുള്ള ഉപകരണങ്ങളുടെ പുറംചട്ടയിലും ആവശ്യമാണ്. ഇവയുടെ അമിതമായ ഉപയോഗം കുട്ടികളിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഡോക്ടർ നിക്കോളസ് പറയുന്നത്. അതായത് കുട്ടികൾക്ക് മൊബൈൽ ഇല്ലെങ്കിൽ, അതല്ലെങ്കിൽ മൊബൈൽ നമ്മൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞിട്ട് പോലും അത് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് പോലും നമുക്കത് കുറയ്ക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ. ഓരോ ദിവസം ചെല്ലുന്തോറും അതിൻ്റെ ഉപയോഗം സമയം കൂടിക്കൂടി വരുന്ന ഒരു അവസ്ഥ. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിബന്ധങ്ങളെ, നമ്മളുടെ പെർഫോമൻസ്, നമ്മളുടെ ഡെയിലി ഫങ്ഷനിങ്, ഇങ്ങനെയുള്ള എല്ലാ ഡെയിലി ആക്ടിവിറ്റീസിനെയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരവസ്ഥ. അത് ഒരുപക്ഷെ ഏറ്റവും ചെറിയ ലെവലിലായിരിക്കും നമ്മളുടെ വ്യക്തിബന്ധങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ മാതാപിതാക്കളായിട്ടോ അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ടോ സുഹൃത്തുക്കളായിട്ടോ വ്യക്തിബന്ധങ്ങൾ നമ്മൾക്ക് വേണ്ട വിധത്തിൽ സൂക്ഷിക്കാൻ പറ്റാതെ, അതായത് നമ്മൾ കൂടുതലും അവരുമായി മാനുഷിക യാഥാർത്ഥ്യ ലോകത്തിലേക്ക് പോകാതെ ഒരു വെർച്വൽ ലോകത്തിലേക്ക് നമ്മൾ ചുരുങ്ങുന്ന ഒരവസ്ഥ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാരുമായി സംസാരിക്കാതെ റൂമിൽ മുറിയടച്ചിരുന്ന് ഈ സൈബർ ലോകത്ത് കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ പതുക്കെ ഒരു സോഷ്യൽ ഐസൊലേഷൻ അല്ലെങ്കിൽ ഒരു സോഷ്യൽ വിഡ്രോവൽ, ഈ ഒരു രീതിയിലേക്ക് പോവുക. അതുപോലെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കുന്ന സമയം കുറയുക, നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മാർക്ക് കുറയുക. അപ്പോൾ അക്കാഡമിക് രംഗത്ത് അതല്ലെങ്കിൽ സ്കൂൾ അല്ലെങ്കിൽ കോളേജിലെ ഇൻവോൾവ്മെൻറ്റ് കുറയുക. അപ്പോൾ പഠനത്തെ പ്രതികൂലമായി ബാധിക്കുക. അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് കൃത്യമായി ജോലി ചെയ്ത് തീർക്കാൻ വരാതെ സാധിക്കുക. അപ്പോൾ നമ്മളുടെ ദൈനംദിന ജീവിതത്തെയും വ്യക്തിബന്ധത്തെയും നമ്മളുടെ പെർഫോമൻസിനെയും ജോലിയെയും പഠനത്തെയും ബാധിക്കുന്ന രീതിയിൽ അതിന് ഏതെങ്കിലും രീതിയിൽ തടസ്സമുണ്ടാകും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ഒരാൾ ഇതിൽ മൊബൈൽ അഡിക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയാനായിട്ട് സഹായിക്കുന്ന 3 കാര്യങ്ങൾ. ലോകമെമ്പാടുമായി 950 കോടിയോളം മൊബൈൽ കണക്ഷനുകളുണ്ട്. ചൈനയാണ് ലോകത്തെ മൊബൈൽ ഫോൺ ഉപഭോക്താക്കളിൽ ഏറ്റവും മുന്നിൽ. 851 മില്യൺ പേരാണ് ഇവിടെ മൊബൈൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യ, US, ബ്രസീൽ, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ മൊബൈൽ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ചൈനയുടെ പുറകിലായി വരുന്നു. ഇന്ത്യയിൽ 2017 468 മില്യൺ മൊബൈൽ ഉപഭോക്താക്കളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത് 850 മില്യണായി ഉയർന്നു കഴിഞ്ഞു. സ്മാർട്ട് മൊബൈലുകളുടെ എണ്ണം കൂടുകയാണ്, സാധാ മൊബൈൽ ഫോണുകൾ ഇല്ലാതാകുകയും. ദിനംപ്രതി പുതിയ സംവിധാനങ്ങളുമായാണ് കമ്പനികൾ മൊബൈൽ ഹാൻഡ്സെറ്റുകൾ വിപണിയിലെത്തിക്കുന്നത്. ഇതെല്ലാം യുവതലമുറയെ സാരമായി സ്വാധീനിക്കുന്നുണ്ട്. ഒരുപക്ഷെ മൊബൈൽ ഫോണുകളുടെ അമിതോപയോഗം സൃഷ്ടിക്കുന്ന ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് ഇനിയും ശാസ്ത്രീയമായ കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണ്. ഇതിൽ മറ്റൊരു വശമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഈ സോഷ്യലൈസേഷൻ എത്രത്തോളം എളുപ്പത്തിൽ സാധിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് നമ്മൾ ഇടുകയാണ്. അപ്പോൾ ഒരു സ്വന്തം ഒരു ചിത്രമാവാം, നമ്മൾ എടുത്തൊരു ചിത്രം, അല്ലെങ്കിൽ നമ്മൾ എഴുതിയൊരു കാര്യം, നമ്മുടെ ഒരു 2 വരി കവിത. കുറേ കാലം മുമ്പ് നോക്കുകയാണെങ്കിൽ ഇത്തരം ഒരു സംഗതി ഒരു പബ്ലിക്കിൻ്റെ റീച്ചിലെത്താനായിട്ട്, നമ്മൾ എഴുതിയൊരു സംഗതി എത്താനായിട്ടൊരു മാഗസിന് അയച്ചു കൊടുത്ത് അവർ എടുത്താലായി, റിജക്റ്റ് ചെയ്താലായി എന്നുള്ള മട്ടിലുള്ളൊരു കാത്തിരിപ്പുണ്ട്. പക്ഷേ അത് മാറി ഇപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അതിലുണ്ട്. ഫേസ്ബുക്ക് ലൈക്സ് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഫേസ്ബുക്ക് ലൈക്ക് ബട്ടൺ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഫേസ്ബുക്ക് എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു ജസ്റ്റിൻ റോസിൻസ്റ്റീൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അയാളിങ്ങനെ ഒരു സംഗതി ഉണ്ടാക്കിയതിന് ശേഷം അത് കണ്ട് അയാൾ തന്നെ ഭയന്നു എന്ന് പറഞ്ഞൊരു ഗാർഡിയൻ പത്രത്തിന് കൊടുത്തിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ട് നമ്മളെ സ്വാധീനിക്കാൻ എന്നുള്ളത്. നമ്മൾ ഒരു പബ്ലിക് സ്പേസിൽ എത്രത്തോളം പെട്ടെന്ന് ആളുകളുടെ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നു, എത്രത്തോളം അഡിക്റ്റീവാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ അറ്റൻഷൻ എന്നുള്ളത്. അതുപോലെ മറ്റൊരു പ്രാകൃതമായിട്ടുള്ളൊരു വാഞ്ചയാണെന്ന് പറയാം നമ്മളുടെ ഒരു തരം ഒരു നാർസിസിസം എന്നുള്ളൊരു ടെൻഡൻസി, ഒരു ആത്മരതി എന്ന് മറ്റോ വേണമെങ്കിൽ അതിനെ പറയാൻ തോന്നുന്നു. ഒരു അവനവനിലേക്ക് അധികം തിരിയാനായിട്ടുള്ളൊരു പ്രവണത. ഇപ്പോൾ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുക, അധികം കണ്ടുവരുന്നതായിട്ടുള്ള ഇപ്പോൾ സെൽഫി, ഇപ്പോൾ ക്യാമറ പുറമേക്ക് നോക്കുന്ന ഒരു ക്യാമറ ഇപ്പോൾ അവനവനിലേക്ക് തന്നെ തിരിയുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കൂടുതൽ കാണുക. അപ്പോൾ ഇത്തരമുള്ള മനുഷ്യൻ്റെ ബേസിക് നീഡ്സിനെ വളരെ അധികമായിട്ട് ചൂഷണം ചെയ്യുന്നതിലൂടെ ഒരു അഡിക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ
ഈ മീഡിയ സൃഷ്ടിക്കുന്നു എന്നുള്ളത് അതിലുണ്ട്. അമേരിക്കയിൽ 1.5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു തരത്തിലുള്ള സ്ക്രീനുകളും നൽകരുതെന്ന് ശിശുരോഗ വിദഗ്ധർ കർശനമായി വിലക്കിയിട്ടുണ്ട്. ഫ്രാൻസ് പോലുള്ള രാജ്യങ്ങളിൽ 3 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ടെലിവിഷൻ കാണുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ ഇതൊരു സാമൂഹ്യ ആരോഗ്യ പ്രശ്നമായാണ് കാണുന്നത്. പല എക്സ്റ്റെൻറ്റിൽ ഈ ഇൻ്റർനെറ്റ് അഡിക്ഷൻ കണ്ടുവരാം. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഒരു കോൺവെർസേഷനിടയിൽ 10 പേരിരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ്, അയാളുടെ ഫോണിലും കാര്യങ്ങളിലൊക്കെ ഇങ്ങനെയൊരു രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻ, മൈൽഡ്ലി അനോയിങ് ആയിട്ടുള്ളൊരു ഡിസ്ട്രാക്ഷൻ മുതൽ ഊണ് വേണ്ട, ഉറക്കം വേണ്ട, ക്ലാസ് വേണ്ട എന്നുള്ള മട്ടിൽ പൂർണ്ണമായും ബാക്കി എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട് മൊബൈലിൽ ഇങ്ങനെ അഭിരമിച്ചിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വരുന്ന അവസ്ഥയിൽ വരെ ഇൻ്റർനെറ്റ് അഡിക്ഷൻ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പ്രധാന മാനസികാരോഗ്യ കേന്ദ്രങ്ങളായിട്ടുള്ള ഇപ്പം നിംഹാൻസ് പോലെയുള്ള ബാംഗ്ലൂരിലുള്ള സ്ഥാപനങ്ങൾ മൊബൈൽ അഡിക്ഷൻസിന്, ഇൻ്റർനെറ്റ് അഡിക്ഷനായിട്ടുള്ള സെപ്പറേറ്റ് വിങ്സ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ നാട്ടിലുള്ള ഹോസ്പിറ്റൽസിലും സൈക്കോളജി ക്ലിനിക്സിലൊക്കെ അധികം വൈകാതെ ഇത് വരും എന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു നില വിട്ട് ഇത് നമ്മളുടെ സാമൂഹികവും പേഴ്സണലുമായിട്ടുള്ള ഏരിയാസിൽ പ്രോബ്ലംസ് ഉണ്ടാക്കുകയാണെന്ന് കാണുമെങ്കിൽ ഒരു രോഗാതുരമായിട്ടുള്ളൊരു സിറ്റുവേഷനായിട്ട് ഇതിനെ കണ്ടുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് തേടണം എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥ മയക്കുമരുന്നായ ഹെറോയിനിന്റെ അടിമകളെ ചികിത്സിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് സ്ക്രീൻ അഡിക്ഷനുള്ള കുട്ടികളെ ചികിത്സിക്കുന്നതെന്നാണ് മനഃശാസ്ത്ര വിദഗ്ധരുടെ പക്ഷം. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ചുറ്റുപാടുമുള്ള ഒന്നിനോടും താല്പര്യമുണ്ടാകില്ല. കേൾക്കുന്നവയും വായിക്കുന്നവയും ഒന്നും ഭാവനയിൽ വികസിപ്പിക്കുന്നതിനുള്ള കഴിവ് മൊബൈൽ കാർട്ടൂണുകളും ഗെയിമുകളും കണ്ടുവളരുന്ന കുട്ടികളിൽ നഷ്ടമാകുന്നുവെന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. പിന്നെ നമുക്കറിയാം, നമ്മുടെ ഈ അഡിക്ഷൻ വരുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഒരു കുട്ടി അഡിക്റ്റഡ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ പാരൻസിനെ തന്നെയായിരിക്കും ചിലപ്പോൾ ആദ്യം അത് പ്രതികൂലമായിട്ട് ബാധിക്കുക. കാരണം നമ്മൾ തന്നെയായിരിക്കും ഒരു കുട്ടി കരഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ നിർത്തുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വിശക്കുന്ന കുട്ടിക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടോ നമ്മൾ തന്നെയാണ്, മിക്കവാറും അമ്മമാരോ തന്നെയായിരിക്കും കൂടുതൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ, അതായത് ഒരു സൈബർ ബേബിയെ നമ്മൾ തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണ്. ഇപ്പം പഠനങ്ങളെല്ലാം പറയുന്നത് ആദ്യത്തെ 2 വയസ്സിനുള്ളിൽ നമ്മൾ ഒരിക്കലും ഈവൺ ഒരു TV പോലും കുട്ടികളെ കാണിക്കുന്നത് കുട്ടികളുടെ കണ്ണിന് പ്രതികൂലമായി ബാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇപ്പോൾ മൊബൈലിൻ്റെ ലൈറ്റ് ആണെങ്കിലും ശരി, TV ആണെങ്കിലും ശരി, ആദ്യത്തെ 2 വയസ്സ് കുട്ടികളുടെ ഏറ്റവും കൂടുതൽ വിഷ്വൽ അക്യൂട്ടി, അതായത് ദൃശ്യവിനിമയം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഗ്രാസ്പ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ യാഥാർത്ഥ്യ ലോകമാണ് കുട്ടി കൂടുതൽ കാണേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ മുറ്റത്ത് മണ്ണ് വാരി കളിക്കുകയോ അല്ലെങ്കിൽ മുറ്റത്തുള്ള ചിത്രശലഭത്തെ കാണുകയോ അടുത്തുള്ള കുട്ടികളുമായും ആളുകളുമായും ഇൻട്രാക്ട് ചെയ്യുകയോ അതിലൊന്നും കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ ഒരിക്കലും ഒരു 2 വയസ്സായ കുട്ടിക്ക് മൊബൈൽ ഫോണിൽ നിന്ന് ലഭിക്കുന്നില്ല. പക്ഷേ അത് നമ്മളുടെ സൗകര്യത്തിന് വേണ്ടി, നമ്മളുടെ സമയലാഭത്തിന് വേണ്ടി നമ്മൾ കൂടുതലും കുട്ടികളെ ആദ്യം തന്നെ ഒരു സൈബർ ബേബിയെയാണ് നമ്മളിപ്പോഴുള്ള പാരൻസ് മിക്കവാറും സൃഷ്ടിച്ചെടുക്കുന്നത്. അത് കുറച്ചും കൂടെ നമുക്ക് റീപ്ലേസ് ചെയ്ത്, അതായത് പണ്ടത്തെ അവസ്ഥയിലേക്ക് നമുക്ക് ഒരിക്കലും തിരിച്ചു പോകാൻ സാധിക്കില്ല, പക്ഷേ കുറച്ചൊക്കെ അത് നമുക്ക് റീപ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കുട്ടികളെ നമ്മളിപ്പം ഒരു സോഷ്യൽ ഫങ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം എപ്പോഴും കുട്ടികളെ താഴെ നോക്കി മൊബൈൽ നോക്കിയിട്ടായിരിക്കും കളിക്കുന്നത്. അപ്പം അതിന് പകരം കുറച്ചും കൂടെ സോഷ്യൽ ഇൻട്രാക്ഷൻ പതുക്കെ അവർ ഉപയോഗിക്കുന്ന സമയം കുറച്ച് വരിക. ഇപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ മൊബൈൽ അല്ലെങ്കിൽ ഗാഡ്ജറ്റ് ഫാസ്റ്റിംഗ് എന്നൊരു സങ്കല്പം ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ച് മണിക്കൂറുകൾ മൊബൈൽ ഉപേക്ഷിച്ച് വയ്ക്കുക അല്ലെങ്കിൽ കുറച്ച് ദിവസം മൊബൈൽ വേണ്ടെന്ന് വെക്കുക. അപ്പം അങ്ങനെയുള്ള കുറച്ച് രീതികളിലൂടെയാണ് നമുക്ക് ഈ മൊബൈൽ ഉപയോഗം കുറച്ച് വരാനായിട്ട് സാധിക്കുക. കുഞ്ഞുങ്ങളെ സൈബർ ബേബിമാരാക്കുന്നതിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. കുഞ്ഞ് കരയുമ്പോഴും അവരെ അടക്കിയിരുത്താനും നാം വെച്ചു നീട്ടുന്ന ഈ കളിപ്പാട്ടം കുട്ടികളുടെ ജീവിതത്തെ സാരമായി ബാധിച്ചേക്കാം. കണ്ണിനും തലച്ചോറിനുമെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ മൊബൈൽ ഫോൺ ഉപയോഗം കാരണമാകുമെന്ന് വിദഗ്ധർ പറയുന്നു. മുതിർന്നവരിൽ വിഷാദവും ഉറക്കക്കുറവും ഉൾപ്പെടെയുള്ള പല മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്കും ഇവ കാരണമായേക്കാം. നമുക്കൊരിക്കലും ഈ ഉപകരണത്തെ നിത്യജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താനാകില്ല. സ്മാർട്ട് ഫോണുകളുടെ അനന്ത സാധ്യതകൾ തുറന്നിടുന്ന സൗകര്യങ്ങളെ പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോഴും അവയുടെ നിരന്തരവും ആവശ്യത്തിൽ അധികവുമായ ഉപയോഗമുണ്ടാക്കുന്ന ഭവിഷ്യത്തുകൾ ദൂരവ്യാപകമാണ്. സംസാരിക്കുക എന്ന പ്രാഥമിക ആവശ്യത്തിനപ്പുറം
പഠനത്തിനും പരിശീലനത്തിനും വേഗത്തിൽ ഡാറ്റ കൈമാറ്റത്തിനുമെല്ലാം മൊബൈൽ നൽകുന്ന പിന്തുണ വളരെ ഏറെയാണ്. സ്വയം നിയന്ത്രണവും ആവശ്യത്തിന് അനുസൃതമായ ഉപയോഗവും വഴി മൊബൈൽ സോഷ്യൽ മീഡിയ അടിമത്തത്തിൽ നിന്നും നമുക്ക് മോചനം നേടാം. യഥാർത്ഥ ലോകത്തെ ഇടപെടലുകളാണ് നമ്മെ സജീവമായി നിലനിർത്തേണ്ടത് എന്ന് ഓർമ്മ എന്നും ഉണ്ടാകട്ടെ. ബിഗ് ബുക്കിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.